മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഇതാ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വർഷത്തെ അഥവാ നിങ്ങൾ പ്ലസ് ടുവിലേക്ക് എത്തിയിട്ട് ആദ്യം എഴുതാൻ വേണ്ടി പോകുന്ന ഒരു എക്സാമാണ് നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ ഓണം എക്സാമിൻ്റെ പേപ്പറിലേക്ക് പോകുന്നതിനേക്കാൾ എപ്പോഴും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലേ. അപ്പം ഈ മോഡൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം, നിങ്ങൾ ഓൾറെഡി +1 മോഡൽ എക്സാം എഴുതിയ മക്കളായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഫൈനൽ എക്സാമിന് എഴുതുന്നതിന് മുമ്പ് ഈ ഒരു മോഡൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക, എനിക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ ഇപ്പോൾ എത്രത്തോളം നല്ല സ്ട്രോങ് ആണ്, നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് എത്രത്തോളം എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ പറ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ എക്സാം നമുക്ക് അത്രയും ഉപകാരപ്രദമാകുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഓണം എക്സാം അല്ലെങ്കിൽ ഏതൊരു എക്സാം ഫൈനലായിട്ട് നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് നമ്മൾക്ക് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടായത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓണം എക്സാമിലേക്ക് പോകുമ്പോൾ ഓണം എക്സാം ഒറ്റയടിക്ക് പോയിട്ട് എഴുതുന്ന സമയത്ത് അതിന് മുമ്പ് നിങ്ങളൊരു എക്സാം എഴുതി തീർക്കുകയാണ് അല്ലെങ്കിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ പറ്റി നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് മാറ്റിയെടുക്കാനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾ, അതേപോലെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് പറയുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ് നൽകാൻ വേണ്ടി പോകുന്നത്, അതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ ചാപ്റ്ററിൻ്റെ നോട്ട്സ്, PDF ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെയും വർക്ക് ഷീറ്റ്സ്, സെലക്റ്റഡ് ആയിട്ടുള്ള NCERT ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഷോർട്ട് നോട്ട് ലൈവുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേപോലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നടത്തി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു, ഓരോ എക്സാംസിന് മുമ്പും, അതായത് ഓണം എക്സാം ആണെങ്കിലും ക്രിസ്മസ് എക്സാം ആണെങ്കിലും ബോർഡൽ എക്സാം ആണെങ്കിലും ഫൈനൽ എക്സാം ആണെങ്കിലും ഇതിനു മുമ്പ് എക്സാമിനറിൻ്റെ വക നമ്മുടെ ബാച്ച് സ്റ്റുഡൻസിനെ എക്സ്ക്ലൂസീവ്ലി മോഡൽ എക്സാംസ്, ഒരു ഫുൾ ലെങ്ത് മോഡൽ എക്സാം നമ്മൾ നടത്തും എന്നുള്ളത് നമ്മൾ ഉറപ്പ് പറഞ്ഞ കാര്യമാണ്. സോ അതിൻ്റെ ഫസ്റ്റ് മോഡൽ എക്സാമിൻ്റെ സമയം ദാ വന്നെത്തിയിരിക്കുകയാണ്. സോ ഓണം എക്സാമിന് മുമ്പ് നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള എക്സാമിനർ ബാച്ച് സ്റ്റുഡൻസിനുള്ള മോഡൽ എക്സാംസിൻ്റെ ടൈം ടേബിളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ നാളെ മുതലാണ് നമ്മുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 9 ഫിസിക്സിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. സോ ഫസ്റ്റ് ഫിസിക്സ് ആയിരിക്കും നമ്മൾ വെച്ച് തുടങ്ങുന്നത്. ആൻഡ് ഓഗസ്റ്റ് 10 നമുക്ക് കെമിസ്ട്രിയുടെ എക്സാം ആണ് വരുന്നത്. ഓഗസ്റ്റ് 11 ബയോളജി, അതേപോലെ തന്നെ റെസ്പെക്റ്റീവ് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസും ഉണ്ടായിരിക്കും. ആൻഡ് അതിനുശേഷം ഓഗസ്റ്റ് 12 നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൻ്റെ എക്സാം ആയിരിക്കും. നമുക്കറിയാം സബ്ജക്റ്റിൻ്റെ എക്സാമുകളാണ് നമ്മൾ മോഡൽ എക്സാംസ് ആയിട്ട് നടത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സോ 9, 10, 11, 12 തീയതികളിലായിട്ടായിരിക്കും നമ്മുടെ എക്സാമിനറിൻ്റെ മോഡൽ എക്സാംസ് നടത്തുന്നുണ്ടായിരിക്കുക. സോ ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ മക്കളും ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ ഒരു മോഡൽ എക്സാം നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പം നിങ്ങളിത് എത്രത്തോളം സീരിയസ് ആക്കി എടുക്കുന്നത് എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ഓണം എക്സാം എത്രത്തോളം ബ്യൂട്ടിഫുൾ ആവും, കോൺഫിഡൻസോടുകൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എത്രയാണോ സമയം, ആ സമയം നിങ്ങൾ ശരിക്കും ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന പോലെ പേപ്പറും പെന്നും എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് ടൈമർ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം എഴുതി തീർക്കണം. ആൻഡ് കൃത്യമായിട്ട് നിങ്ങളൊരു എക്സാമിനെ എങ്ങനെ എഴുതുന്നു ആ രീതിയിൽ തന്നെ എക്സാം എഴുതി തീർത്താലാണ് ഈ ഒരു മോഡൽ എക്സാം കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യമില്ല, വേസ്റ്റ് ഓഫ് ടൈം എന്ന് മിസ്സിന് പറയാനുള്ളൂ. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കൂടെ ഒരു റിയാലിറ്റി ചെക്ക് കൂടെയാണ് ഈ ഒരു മോഡൽ എക്സാം. സോ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ മക്കളും ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറാവുക, നന്നായിട്ട് പഠിക്കുക. സോ നാളെ നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ദിവസവും എക്സാംസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോവുക. കാരണം നമ്മുടെ മുമ്പിൽ ഇനി കുറച്ച് സമയമുള്ളൂ അല്ലേ. ആൻഡ് ഓൾസോ ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്കും ഈ മോഡൽ എക്സാമും കാര്യങ്ങളും ഇതിനു മുമ്പുള്ള റെക്കോർഡിങ്സും എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാണ് നമ്മുടെ +2 ബാച്ചിലേക്ക്, ഒരേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓഫറോട് കൂടെയാണ് ബാച്ചിൻ്റെ ഫീസ് വരുന്നത്. നിങ്ങൾക്കുള്ള ഫീസ് 3,999 ആണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പ്രൈസിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും, ലൈവ്, PDF ക്ലാസ്, വർക്ക് ഷീറ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനിയുള്ള മുമ്പോട്ട് ക്രിസ്മസ് എക്സാം വരുവാണെങ്കിലും മോഡൽ എക്സാം വരുവാണെങ്കിലും ഫൈനൽ എക്സാം വരുവാണെങ്കിലും ഒക്കെ
നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം ജോയിൻ ചെയ്തോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1200-ൽ 1200 മാർക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് നിങ്ങൾ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ദ ബെസ്റ്റ് ക്ലാസ് എവർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളെ ഇതിന് താഴെ ഒന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അടിപൊളിയായിട്ട് മോഡൽ എക്സാമിന് വേണ്ടി തയ്യാറാവുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ആൻഡ് ഓൾസോ മക്കളെ യൂട്യൂബിൽ ജോയിൻ ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ ലൈവും ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അതായത് നോട്ട്സും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. സോ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ അപ്ഡേറ്റ്സും നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് മിസ്സിന് പറയാനുള്ളത്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓണം എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക. ഓക്കെ മക്കളെ, താങ്ക് യു.